ഇഹലോക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ സത്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഭൗതികമായ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക, നമുക്കതിന് കൂലി കിട്ടും വിചാരിക്കുക. ഭർത്താവിനെ പരിചരിക്കുന്നതിന്, മാതാപിതാക്കളെ പരിചരിക്കുന്നതിന്, മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടും എന്ന് വിചാരിക്കുക. അപ്പോൾ അത് പരലോകത്തൊക്കെ മുതൽക്കൂട്ടാകും. എന്നാൽ സത്യത്തിൽ മറ്റുള്ളവരുടെ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ പരലോകത്തെ പ്രതിഫലത്തെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചിന്താഗതിയുടെ ഏറ്റവും വലിയ അപകടം. നമ്മൾ വക്തിന് നിസ്കരിക്കാതെയാണ് മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ പഠിക്കേണ്ട ദീൻ പഠിക്കാൻ സമയം കാണാതെയാണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. മറ്റുള്ളവർക്ക് സമ്പാദിച്ച് സമ്പത്ത് അനന്തരമായി കിട്ടി അവർ സമ്പന്നരായി നമ്മുടെ മക്കൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം അനിവാര്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നാം വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ളത് എത്ര അപകടമാണ്. നിർബന്ധമായി കൊടുക്കേണ്ട സക്കാത്തിൻ്റെ പണം പോലും നാം പരലോകത്ത് ശിക്ഷയേറ്റുവാങ്ങുകയും ആ പണം നമ്മുടെ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ ഇവിടെ വിട്ടേച്ചു പോവുകയും ചെയ്യുന്നതൊക്കെ എത്ര വലിയ ബുദ്ധിശൂന്യതയാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് കുറച്ചൊരു കാര്യബോധം നമുക്ക് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കാര്യബോധം യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. ആ ചിന്താഗതിയിൽ നിന്നാണ് നമ്മുടെ ദീനിയായ ജീവിതം ഏറ്റവും നന്നായി വരുന്നത്.